മൈ ഡിയർ സ്റ്റുഡൻസ്, മൈ ഡിയർ ചിൽഡ്രൻ. നമ്മുടെ വെക്കേഷന് നമ്മൾ ആദ്യത്തെ ക്ലാസ് തുടങ്ങുകയാണ്. സോഷ്യൽ സയൻസ് 2 ജോഗ്രഫി ചാപ്റ്റർ 1 ഓൺ ദ റൂഫ് ഓഫ് ദി വേൾഡ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ജോഗ്രഫിയുടെ ക്ലാസ്സാണ് ടീച്ചർ ആദ്യം തുടങ്ങുന്നത്. നമുക്കെല്ലാവർക്കും ജോഗ്രഫി വളരെ ഇഷ്ടമാണ്. എനിക്ക് പ്രത്യേകിച്ച്, ടീച്ചറിന് പ്രത്യേകിച്ച് ജോഗ്രഫി ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ ജോഗ്രഫി തന്നെ തുടങ്ങുന്നു. സോഷ്യൽ സയൻസ് 2 നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 1 ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്. ഈ ഒരു ചാപ്റ്ററിന് 30 മിനിറ്റ് വീതമുള്ള 4 പാർട്ടുകളുണ്ടാവും, 4 വീഡിയോകളുണ്ടാവും, 4 ക്ലാസ്സുകളുണ്ടാവും. അതിൻ്റെ ഓരോ ക്ലാസ്സിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് അതാത് ദിവസം ടീച്ചർ തരുന്നതാണ്. ആ ലിങ്കിലേക്ക് കയറി നിങ്ങൾ പാഠം പൂർണ്ണമായും പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ റൂഫ് ഓഫ് ദ വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്? ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ടീച്ചർ ഒന്ന് കാണിക്കാം. ഇന്ത്യയുടെ ഫിസിക്കൽ മാപ്പ്. ദിസ് ഈസ് ദ ഫിസിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ. ഇവിടെ നിങ്ങൾ പല കളറുകൾ കാണുന്നുണ്ട്. ഇത് ഓരോ കളറും ഓരോ ഫിസിക്കൽ ഡിവിഷനാണ്. ഏതൊക്കെയാണ് ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻസ്? ഫസ്റ്റ് വൺ ദ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, സെക്കൻഡ് വൺ ദ നോർത്തേൺ പ്ലെയിൻ, തേർഡ് വൺ പെനിൻസുലാർ പ്ലേറ്റോ, ആൻഡ് ഫോർത്ത് വൺ കോസ്റ്റൽ ഏരിയ ആൻഡ് ഐലൻഡ്സ്. ഈ എല്ലാ ഫിസിക്കൽ ഡിവിഷനും നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റും. ദ നോർത്തേൺ മൗണ്ടൻ അറ്റ് ദ northern part of the India, look at the map. There you can see northern mountain area, northern mountain. Then on the south of the northern mountain there is the northern great Indian plain, the northern plain. Okay, Himalayan rivers കൊണ്ടുവരുന്ന മണ്ണും ഫെർട്ടിലിറ്റിയുള്ള സോയിലും അടിഞ്ഞ് ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഫെർട്ടിലിറ്റിയുള്ള, ലോകത്തിലേക്കും ഏറ്റവും വലിയ പ്ലെയിനാണ് ദ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ. ദെൻ ഓൺ ദ സൗത്ത് ഓഫ് ദ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ ദർ ഈസ് പെനിൻസുലാർ പ്ലേറ്റോ ഏരിയ, ഡെക്കാൻ പ്ലേറ്റോ, ഛോട്ടാ നഗപ്പൂർ പ്ലേറ്റോ, മാൾവ പ്ലേറ്റോ എല്ലാം ചേർന്ന ദ പെനിൻസുലാർ പ്ലേറ്റോ. ദെൻ ലാസ്റ്റ് ഏതാണ് വരിക? ദ കോസ്റ്റൽ റീജിയൻ. വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റും രണ്ടും നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ ഏരിയ ആൻഡ് ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ് ഐലൻഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ ഡിവിഷനിൽ, ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷനിൽ ഏറ്റവും ഫസ്റ്റ് ഫിസിക്കൽ ഡിവിഷനായ ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ പറ്റി ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടനെ പറ്റി, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ഓരോ പെർട്ടിക്കുലർ ഫീച്ചേഴ്സ്. ഓക്കെ, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൻ്റെ പല ഡിവിഷൻസ്, ഓരോ ഡിവിഷൻ്റെയും ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് പ്ലേസസ്. ഓക്കെ, അതെല്ലാം ചേർന്ന ഒരു ചാപ്റ്ററാണ് ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ പറ്റിയുള്ള ഈ ചാപ്റ്ററിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ദ റൂഫ് ഓഫ് ദ വേൾഡ്. കാരണം നമ്മുടെ എവറസ്റ്റ് പോലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് തൊട്ട്, അതുപോലെ പാമീർ നോട്ട് പോലെ ലോകത്തിലേക്കും ഏറ്റവും ഹൈറ്റുള്ള പ്രദേശം വരെയുള്ള ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് നമുക്കൊരു ചാപ്റ്റർ തന്നിരിക്കുകയാണ്, അത് മാത്രം പഠിക്കാൻ. അതിൻ്റെ പേരെന്താണ് കൊടുത്തിരിക്കുക? ദ റൂഫ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ മേൽക്കൂര, അല്ലേ? ലോകത്തിൻ്റെ മേൽക്കൂര, ലോകത്തിലേക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രദേശം, ഏറ്റവും ഹൈറ്റുള്ള പ്രദേശം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രദേശം, ഫിസിക്കലി, എക്കണോമിക്കലി, സോഷ്യലി, പൊളിറ്റിക്കലി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നോർത്തേൺ മൗണ്ടൻ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു ചാപ്റ്ററിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷനിലെ
ഏറ്റവും ഫസ്റ്റ് ഡിവിഷനായ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ പറ്റിയുള്ള ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻ്റെ മറ്റൊരു പിക്ചർ നോക്കിക്കേ, ഇത് കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളാണ്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് ബ്രൗൺ കളറിലെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് കാണാം. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മറ്റു ഫിസിക്കൽ ഡിവിഷൻസും ഇവിടെ നിങ്ങൾക്ക് കാണാം. നോർത്തേൺ പ്ലെയിൻസ് ആണ് ഇവിടെ ഗ്രീൻ കളറിലെ, അതായത് ലൈറ്റ് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. പാരറ്റ് ഗ്രീൻ എന്ന് നമുക്ക് വേണേൽ പറയാം, പാരറ്റ് ഗ്രീൻ. അതാണ് നോർത്തേൺ പ്ലെയിൻ. പെനിൻസുലാർ പ്ലേറ്റോ ഇവിടെ ഒരു ബേജ് കളറിലാണ് കൊടുത്തിരിക്കുക, ഒരു ക്രീം കളറിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയ നമുക്ക് ഡാർക്ക് ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നു. ഐലൻഡ്സ് നമുക്ക് ഇന്ത്യയുടെ ഈസ്റ്റിലും വെസ്റ്റിലും നമുക്ക് ഐലൻഡ്സ് കാണാം. ലക്ഷദ്വീപ് ആൻഡ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ഇപ്പോൾ ഫിസിക്കൽ ഡിവിഷൻ്റെ ഒരു ചാർട്ടൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? നോർത്തേൺ മൗണ്ടൻ ഏത് കളറാണ് കൊടുത്തിരിക്കുന്നത് നോക്കി. ഇപ്പോൾ എല്ലാവരും ഈ ഫിസിക്കൽ ഡിവിഷൻ നമ്മുടെ ബുക്കിൻ്റെ ഫസ്റ്റ് പേജിൽ ഒന്ന് വരയ്ക്കുന്നത് നല്ലതാണ്. ഇന്ത്യയുടെ ഫിസിക്കൽ ഡിവിഷൻ ഈ ഒരു മാപ്പ് വരച്ചാലും മതി, ഇത് വരച്ചാൽ മതി. എന്നിട്ട് ഇതുപോലുള്ള അതിൻ്റെ സിമ്പിൾസ് എല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ചാർട്ട് കൊടുക്കണം. അതുപോലെ പേര് കൊടുക്കണം. മാപ്പ് വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വരയ്ക്കുക. ഇതിൻ്റെ ഔട്ട്ലൈൻ നിങ്ങൾക്ക് സ്കെച്ച് ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ നമ്മൾ തന്നെ വരയ്ക്കേണ്ട, അത് സ്കെച്ച് ചെയ്തെടുക്കുക. ബാക്കിയൊക്കെ നിങ്ങൾ കളർ പെൻസിലോ അല്ലെങ്കിൽ സ്കെച്ചോ ഉപയോഗിച്ച് കളർ കൃത്യമായിട്ട് കൊടുക്കുക. അതിൻ്റെ സൂചന കൊടുക്കുക. അങ്ങനെ അത് മാപ്പ് വരയ്ക്കുമ്പോൾ എപ്പോഴും മാപ്പിന് എന്തുണ്ടാകണം? അതിനൊരു നെയിം ഉണ്ടാകണം, പേരുണ്ടാകണം. എന്താണ് നമ്മുടെ പേര്? ഇന്ത്യ ഫിസിക്കൽ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഡിവിഷൻ നമ്മൾ ജനറലി പഠിച്ചു. പക്ഷേ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മാപ്പ് ഒന്ന് കാണാം. ഇതാണ് ഇന്ത്യയുടെ നോർത്തേൺ മൗണ്ടൻ. ഉണ്ടോ? ഹിമാലയ മൗണ്ടൻ, പാമീർ നോട്ട് ഇവിടെ കാണാം, പാമീർ നോട്ട്. ദെൻ ഹിമാലയത്തെ തന്നെ ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ മൗണ്ടൻസ് എന്ന് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൻ്റെ ഡിവിഷനാണ്. നോർത്തേൺ ഹിമാലയത്തെ തന്നെ നമ്മൾ പല ഡിവിഷൻസ് ആക്കിയിട്ടുണ്ട്. ഹൈറ്റ് അനുസരിച്ച് അതിനെ പലതായിട്ട് തിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ, ലെസ്സർ ഹിമാലയ, ഇങ്ങനെയുള്ള ഡിവിഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാം. ഓക്കെ, ഹിമാലയം ഈസ്റ്റിലേക്ക് വരും തോറും അതിൻ്റെ ഹൈറ്റ് ചെറുതായി ഈസ്റ്റ് ഭാഗത്തെത്തുമ്പോൾ അത് അവിടെ അവസാനിക്കുകയാണ്. ഹിമാലയ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഹിമാലയത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കുകൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എല്ലാം നമ്മുടെ മാപ്പിൽ നമുക്ക് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഒരു മാപ്പും കൂടി തയ്യാറാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ചുകൂടി പഠിക്കാൻ ഈസിയാവും. ദ ഹിമാലയാസ് ഓർ ദ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ് ഒരു മാപ്പ് കൂടി നിങ്ങൾ വരച്ചിടുക. ഓക്കെ, ഇപ്പം നോട്ട് ബുക്കിൽ മാപ്പുകൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഹിമാലയത്തിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റഡിയാണ് നടത്തുന്നത്. ഹിമാലയൻ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൻ്റെ ഒരു എന്താ പറയുക, അതിനെ കീറി മുറിച്ച് അതിൻ്റെ ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സും പെർട്ടിക്കുലറായിട്ടുള്ള ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും അവിടുത്തെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ജനജീവിതവും അവിടുത്തെ മിനറൽസ്, അവിടെയുള്ള ഫ്ലോറ ആൻഡ് ഫോണ, അവിടുത്തെ സസ്യങ്ങളും ജീവജാലങ്ങളും, എവരിത്തിങ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടായി. അപ്പോൾ പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും നമ്മൾ പഠിക്കുക. ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ ഡിവിഷൻസ്, അതിൻ്റെ ജനറലായിട്ടുള്ള ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ ടീച്ചർ ഒരു 8 മാസം മുമ്പ് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്കായിട്ട് നമ്മൾ പഠിപ്പിച്ച് ഓൾറെഡി നമുക്ക് ആ ഒരു വീഡിയോ നമ്മുടെ ചാപ്റ്ററിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക്, ആ ചാപ്റ്ററിൻ്റെ ലിങ്ക്, ആ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ അവിടെ പോയി കാണുക. ഫസ്റ്റ് പാർട്ട് കാണണം കേട്ടോ. അവിടെ ജനറൽ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിൻ്റെ ജനറൽ ഫീച്ചേഴ്സും അതിൻ്റെ മറ്റ് ചില ഇമ്പോർട്ടൻസും ഒക്കെ അവിടെ ഫസ്റ്റ് പാർട്ടിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ
ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ആ പാർട്ട് 1 വീഡിയോയുടെ ലിങ്ക് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് അവിടെ പോയി കാണാം. അപ്പോൾ എല്ലാവരും പോയി കാണണം. നിങ്ങളുടെ കമൻറ്റ്സ് ഉണ്ടാകണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ടീച്ചറിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പാർട്ട് 1 ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്നുള്ള നമ്മുടെ വീഡിയോ കാണുക, പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.